നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ അടുത്ത കോച്ചായിട്ട് ആര് വരുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കി ഇരിക്കവേ ഹോർഗെ ഹീസസോ കാർലോ ആഞ്ചലോട്ടിയോ എന്നുള്ള പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കവേ ഒരു വാർത്ത കൂടി വരുന്നു. ഇത് ഹോർഗെ നിക്കോല എന്ന ബ്രസീലിയൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നെയ്മർ ജൂനിയർക്ക് താല്പര്യം ടിറ്റയെ കൊണ്ടുവരാൻ. അദ്ദേഹം മാത്രമല്ല, മറ്റ് ദേശീയ ടീമിലെ മറ്റ് ചില ലീഡേഴ്സായിട്ടുള്ള താരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ടിറ്റയെ തിരികെ കൊണ്ടുവരണമെന്ന്. ഇത് സംഭവിക്കാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. അതിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നത്, ദേശീയ ടീമിലെ നെയ്മർ ജൂനിയർ അടക്കമുള്ള താരങ്ങൾ, നെയ്മറുടെ അപ്രൂവലോടുകൂടി മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ ടിറ്റയെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. CBF ഇപ്പോൾ ഒരു ഫോറിൻ കോച്ചിനെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ടീമിലെ ചില ലീഡേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ ടിറ്റയെ കൊണ്ടുവരുന്നതിനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം സപ്പോർട്ട് ഈ ഒരു ഐഡിയക്ക് കൊടുക്കുന്നത് നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹം പബ്ലിക്കലി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തന്നെ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കോച്ച് ടിറ്റയാണ് എന്നുള്ളത്. നെയ്മറുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ടിറ്റയെ കൊണ്ടുവരുന്നതിൽ ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഘടകമായേക്കാം. പക്ഷേ ഹോർഗെ ഹീസസുമായിട്ട് നെയ്മർ ജൂനിയർക്കുള്ള പ്രശ്നവും നമ്മൾ കാണണം ഇതോടൊപ്പം തന്നെ. അപ്പം സാൻഡോസിൽ ആ ഒരു അവസാന ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളോടെയാണ് നെയ്മർ അവിടെ വിട്ടു പോരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്കിതിലൊന്നും ചെയ്യാനില്ല, ഞാനൊരു പ്ലെയർ മാത്രമാണ്, ഈ തീരുമാനം എടുക്കേണ്ടത് താനല്ല എന്നാണ്. എന്നാൽ നെയ്മർക്ക് താല്പര്യം ടിറ്റയെ കൊണ്ടുവരാനാണ്. പക്ഷേ അത് സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ടിറ്റയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം അദ്ദേഹം CBFലെ ടോപ്പ് ബ്രാസിന് അത്ര സന്തോഷമുള്ള രൂപത്തിലല്ല ടീമിൻ്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത്. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിലൂടെ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞാൽ താൻ പടിയിറങ്ങും എന്നങ്ങ് പറയുകയായിരുന്നു. അത് എഡനാൾഡോ റോഡ്രിഗസ് അടക്കമുള്ളവർക്ക് ദഹിച്ചിട്ടില്ല. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടിറ്റയുടെ ടീം 81 മത്സരങ്ങളിൽ നിന്ന് ആകെ കൺസീഡ് ചെയ്തത് 80 ഗോളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ടീം വിട്ടുപോയതിനു ശേഷം 25 കളിയിൽ നിന്ന് ഓൾറെഡി 31 ഗോളുകൾ ടീം വഴങ്ങുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. ബ്രസീൽ നെഗറ്റീവ് റെക്കോർഡാണ് ടിറ്റയ്ക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർക്കും സംഘത്തിനും താല്പര്യം എന്തായാലും ടിറ്റയോടാണ്. എന്നാൽ അത് നടക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.